അബി, ഇത് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ നോക്കാം. ഞാനേ ഇത്തിരി നേരത്തെ ഇറങ്ങും. ബിബിയുടെ കൂടെ ഒരു ഡിന്നറിന് പോകാനുണ്ട്. Abhinami, how are you? Fine. What happened? ഒരു എനർജി ലോസ്? ഏയ് ഒന്നുമില്ല. പിന്നെ? സോറി സർ, ഇനി എന്നെ വിളിക്കരുത്. അഭിരാമി, അഭിരാമി, കമോൺ അഭിരാമി, വണ്ടി കയറ്. സോറി, എന്നെ വിട്ടേക്ക്. എനിക്ക് ആരെയും അറിയില്ല. എന്താ പറ്റിയ നിനക്ക്? അറിയില്ല. ഓക്കെ, എന്നാ വന്ന് വണ്ടി കയറ്. ഇല്ല, ഞാൻ വരുന്നില്ല. അഭി പ്ലീസ്, നീ മറ്റങ്ങോട്ടും വരണ്ട. കാറിൽ ഞാൻ തനിച്ചേ ഉള്ളൂ. എന്റെ കൂടെ. എന്നെ എന്തിനു പേടിക്കണം? ഞാനൊരു ലെസ്ബിയനൊന്നല്ല. വാ. എന്താ ഈ മനസ്സ് മാറ്റത്തിന് കാരണം? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വയ്യ. ഞാനൊരു ഭാര്യയാണ്. എനിക്കൊരു മോളുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യാൻ ഇനിയും എനിക്ക് വയ്യ. അപ്പോ കഴിഞ്ഞ കാര്യങ്ങളോ? തെറ്റ്. ഇനിയും അങ്ങനെ ആയിക്കൂടാ. എന്റെ അറിവിൽ അഭിരാമി അണപൊട്ടി ഒഴുകുകയായിരുന്നു. മാധവ് സർ ഇത്തരം എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. റൈറ്റ്? ബ്ലെയിം ചെയ്യണമെന്നില്ല. കേട്ടത് ശരിയാണ്. എൻ്റെ സെക്ഷൽ ഫാന്റസികളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം മതി ഏതൊരു പെണ്ണും വീഴാൻ. ശരിക്കും ഒരു പുരുഷൻ. ബട്ട് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡല്ല. എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ്, ഒപ്പം വെറുപ്പും. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. മാധവ് സാറിന് വേണ്ടെന്ന് വെക്കുന്നത് ഐ തിങ്ക് ഒരു ലോസ് ബിസിനസ് ആവും. യു നോ, നിനക്ക് നേടിയെടുക്കാൻ ഒരു ആകാശം തന്നെ നിന്റെ മുന്നിലുണ്ട്. പിന്നെന്തിന്? നിന്റെ ഈ ശരീരമാണ് നിന്റെ അസറ്റ്. നാളെ മണ്ണടിഞ്ഞു പോകുന്ന ഒന്ന്. കുറച്ചു കാലം ഇതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടബോധം തോന്നിയെന്ന് വരും. ഇപ്പോൾ തോന്നുന്ന കുറ്റബോധത്തിന് പകരം. പ്ലീസ് ഒരു ബാർഗൈനിങ് വേണ്ട. എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പോകുന്നു. അഭി നിക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അഭി, എമൗണ്ടിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് സാർ. അത് നമ്മുടെ എക്സിക്യൂട്ടീവിന് വന്ന കുഴപ്പമാണ്. നോക്കാം സാർ. ഇനിയും ഉണ്ടാവില്ല സാർ. ഞാൻ ഡീൽ ചെയ്തോളാം സാർ. സാർ സാർ എക്സ്ക്യൂസ് മീ, ഡിഡ് യു കോൾ മീ സർ? ഞാൻ വിളിച്ചതോ? അത് ലിയോയ്ക്ക് എന്നെ അറിയാമല്ലോ. അറിയില്ല സർ. എടോ, താൻ ഇവിടെ എന്താ ചെയ്യുന്നത്? 3 വർഷമായി താൻ ഇവിടെ ചെയ്യുന്ന ബിസിനസ്സും താൻ വാങ്ങുന്ന സാലറിയും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് തനിക്കറിയോ? കമ്പനിക്ക് ലോസ് ഉണ്ടാക്കാനല്ല എക്സിക്യൂട്ടീവിന് വെക്കുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കാനാ. എടോ, തന്റെ പേരിൽ മോളിൽ നിന്ന് വഴക്ക് കേൾക്കുന്നത് ഞാനാ. സാർ അങ്ങനെ പറയരുത്. എനിക്കറിയാം ഞാൻ എത്രമാത്രം ബിസിനസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ആൻഡ് സർ പ്ലീസ് ഡോണ്ട് ട്രൈ ടു ബ്ലെയിം മീ. അത് സ്വന്തം മൈനസ് മറച്ചു വെക്കുന്നതാ. മോർ ഓവർ ഐ ആം എ ഹ്യൂമൻ ബീയിങ്. കാളെ പോത്തൊന്നുമല്ല. ഡു യുവർ ജോബ് പെർഫെക്റ്റ്ലി. അപ്പം മോളിൽ നിന്നുള്ള വഴക്കുണ്ടാവില്ല. യു നോ, ഐ എം യുവർ സീനിയർ ഓഫീസർ. എന്നെ ഭരിക്കാൻ വരണ്ട. ഈ
ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ ഞാൻ വിളിക്കുന്നത് സാറേന്നാ. അക്ഷരം മാറ്റി എന്നെ കൊണ്ട് വിളിപ്പിക്കല്ലേ. അക്ഷരം മാറ്റി ഞാൻ എന്ത് വിളിക്കുന്നു? വിളിക്കണം. അത് കുറച്ച് ചെറുതായി പോയി. ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി തരാം. അതാ തന്റെ ആരോഗ്യത്തിന് നല്ലത്. സാറേ സ്ഥലത്തിട്ടോ ഇറങ്ങണില്ലേ? അയ്യോ ചേഞ്ച് ഇല്ല സാറേ, ബാക്കി 70 തരണ്ടേ? ബാക്കി പറ്റോ? അത് ശരിയല്ല സാർ, അത് ശരിയല്ല, അത് ശരിയല്ല താൻ ബാക്കി വെച്ചോളൂ. സാറേ, ശരിയല്ല. എന്ത് ശരിയാവില്ല, താൻ ബാക്കി വെച്ചോ. സാറേ ശരിയാവില്ല സാർ, അത് ശരിയല്ല സാറേ. സാർ അത് ശരിയാവില്ല, അത് ശരിയാവില്ല. എന്താണ് പ്രശ്നം? ഇയാള് കാശ് കൂടുതൽ തരാണേ, എനിക്കത് വേണ്ട, അതന്നെ പ്രശ്നം. സാധാരണ കാശ് കൂടുതൽ വാങ്ങിച്ചു തന്നാ പ്രശ്നം, ഇതിപ്പം കൂടുതൽ തന്നാണോ പ്രശ്നം? നീ കിട്ടിയതും വാങ്ങിച്ചിട്ട് പോടോ. കാശിനില്ലാത്തൊരു മനുഷ്യൻ. ആ പറഞ്ഞാണ് കറക്റ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ആ പോയിക്കോ. താങ്ക് യു. എന്തല്ലയോ ഇത്? ഒന്നുമില്ല, ഇച്ചിരി കൂടുതൽ കഴിച്ചു പോയി. തനിച്ചൊന്നാ കഴിച്ച്. എത്രമാത്രം സിൻസിയറായിട്ടാണ് ഞാൻ ഓരോരുത്തർ ബിഹേവ് ചെയ്യണത്. എന്നിട്ടും കൊള്ളരുതാത്തവനാ സർട്ടിഫിക്കറ്റ്. നിനക്കങ്ങനെ തോന്നണ്ട. എന്നാൽ ഒരുത്തൻ അങ്ങനെ പറഞ്ഞ് അത് ഞാൻ സഹിച്ചു. പക്ഷെ ഈ തന്തയില്ലാത്തവന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടുക്കാൻ പറ്റിയില്ല. ഒരൊറ്റ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആർക്ക്? മൈ സുപ്പീരിയർ മാനേജർ. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. ഉണ്ടാതിരിക്കാൻ ഞാനിങ്ങ് ഇറങ്ങി പോന്നു. നീ എന്തൊക്കെ പറയുന്നേ? യെസ്, ഐ ക്വിറ്റ് മൈ ജോബ്. വയ്യ, അവന്റെ ഒടുക്കത്തെ ടാർഗറ്റ് ഒന്നും കിട്ടാം. എന്നെ കൊണ്ട് പറ്റില്ല. വിചാവട്ടെ. നീ ടെൻഷൻ ആവാതിരിക്കേ. ലിയോയുടെ ആംഗിളിൽ അതായിരിക്കും ശരി. എന്നാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷനെങ്കിലും അവൻ ആലോചിക്കണ്ടേ? ഇത്രയും കാലം എന്നെ ഗുണദോഷിച്ചോണ്ടിരുന്ന ആളാ. അവന്റെ ഏണിങ്സ് തന്നെ ഞങ്ങളുടെ മെയിൻ സപ്പോർട്ട്. അതവന് നന്നായിട്ട് അറിയും ചെയ്യും. എന്നിട്ടും സാരല്ല, മറ്റെവിടെയെങ്കിലും ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ, നീ ടെൻഷൻ ആവാതെ. ആ എത്തിയോ? ഞാനിപ്പോൾ വരാം. ബിബി എത്തി, പോവാം. ബിബി, അഭിരാമി. ഹായ്. നീ കയറുന്നില്ലേ? ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഓ ഞാനൊരു ഓട്ടോ പിടിച്ചോ. ഓക്കെ. പുതിയ കാറ് വാങ്ങിച്ച വകയിൽ ഒരിത്തിരി പർച്ചേസിങ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ?